നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും യുദ്ധസമാനമായിട്ടുള്ള ഒരു ലോകത്ത് ഇപ്പോൾ പല പ്രവചനങ്ങളും മുൻപ് പല വിദഗ്ധരും നടത്തിയിട്ടുള്ളത് ചർച്ചയാവുകയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ആ ചർച്ചകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള പല പ്രവചനങ്ങളും വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. യാതൊരു കുഴപ്പവുമില്ലാതെ എല്ലാം ശാന്തമായിരിക്കുന്ന സമയത്ത് പോലും ഇത്തരം പേടിപ്പെടുത്തുന്ന പ്രവചനങ്ങൾ എത്തുക പതിവാണ്. അപ്പോൾ പിന്നെ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് അത്തരമൊരു പ്രവചനം വരുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഗൂഗിളിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം ലോക മഹായുദ്ധം എന്ന വാക്ക് ഏറ്റവും അധികം പേർ തിരഞ്ഞ നാളുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഗോയിങ് ടു വാർ എന്ന വാക്കുകളും ഗൂഗിളിൽ ഇതുവരെയില്ലാത്ത വിധമാണ് സെർച്ച് ചെയ്യപ്പെടുന്നത്. അതിനുള്ള കാരണം നമ്മുടെ ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ തന്നെയാണ്, അതിന്റെ ഭീകരത തന്നെയാണ്. ഇനിയൊരു ലോക മഹായുദ്ധം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ആദ്യത്തെ 2 ലോക മഹായുദ്ധങ്ങളുടെ ഭീകരത ഇപ്പോഴും വേട്ടയാടുന്നതിനിടെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വീണ്ടും ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇനി വരാൻ പോകുന്ന യുദ്ധം ആണവായുധം ഉപയോഗിച്ചുള്ളതായിരിക്കാമെന്നാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. കാരണം കാലം മാറി, സാങ്കേതികമായിട്ടെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മാരകായുധങ്ങളും എല്ലാ രാജ്യങ്ങളുടെയും കൈവശമുണ്ട്. അതിൽ പലതും വളരെ രഹസ്യമാണ്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് മുൻപ് നടന്ന ചില പ്രവചനങ്ങളാണ് ചർച്ചയാകുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തോടെ ലോകം അവസാനിക്കുമെന്ന പ്രവചനവും ഇതിനു മുൻപ് പലപ്പോഴും വന്നിട്ടുണ്ട്. ലോകം ഇങ്ങനെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് പല പ്രവചനങ്ങളും വീണ്ടും ചർച്ചയാകുന്നത്. ഇത്തരം പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും. നോസ്ട്രഡാമസ്, ബാബ വാങ്ക പോലുള്ള നിരവധി ജ്യോതിശാസ്ത്ര വിദഗ്ധർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. ഇതിൽ ചിലർ നടത്തിയ പ്രവചനങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതിൽ ആദ്യത്തേത് എടുത്തു പറയേണ്ടത് നോസ്ട്രഡാമസ് നടത്തിയിട്ടുള്ള പ്രവചനമാണ്. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്രഡാമസ്. 1555 പ്രസിദ്ധീകരിച്ചത്. ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്ട്രഡാമസ് ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൽ ഒരു സംഘർഷമുണ്ടാകുമെന്നും ഇത് മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. 2009നും 2013നും ഇടയിൽ യുദ്ധം നടക്കുമെന്നും ഇത് 27 വർഷം നീണ്ടു നിൽക്കുമെന്നും നോസ്ട്രഡാമസ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ആ പ്രവചനം യാഥാർത്ഥ്യമായിട്ടില്ല. അടുത്തതാണ് ആഥോസ് സലോമി. ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രസീലിയനായ പാരാസൈക്കോളജിസ്റ്റാണ് ആഥോസ് സലോമി. നാട്ടുകാർക്കിടയിൽ മനോരോഗി എന്ന് വിളിപ്പേരുമുണ്ട്. തന്റെ കഴിഞ്ഞ 4 പ്രവചനങ്ങളും യാഥാർത്ഥ്യമായെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. COVID-19, എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ, എലിസബത്ത് രാജ്ഞി 2ാമന്റെ മരണം, ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി തുടങ്ങി തന്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായെന്ന് അവകാശപ്പെടുന്ന ആളാണ് ആഥോസ് സലോമി. 2025 മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രവചനം നടത്തിയത്. മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും വർദ്ധിച്ചു വരുന്ന യുദ്ധ സംഘർഷങ്ങൾ ഇതിന്റെ സൂചനയാണെന്നായിരുന്നു അന്ന് ആഥോസ് പറഞ്ഞത്. മൂന്നാം ലോക മഹായുദ്ധം സാങ്കേതിക വിദ്യയുടെ കൂടി, അതായത് AI അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. താൻ പ്രശംസയോ അനാവശ്യമായ വ്യക്തിപരമായ അംഗീകാരങ്ങളോ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ആഥോസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യവുമായി എന്ന പരസ്യ സാധൂകരണം താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലപ്പോഴും താൻ നടത്തിയ പ്രവചനങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പിന്നാലെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചുവെന്നും ചില യുദ്ധ നിരീക്ഷകർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യുക്രൈനിലോ ഗാസയിലോ അല്ല മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമെന്നും അത് ദക്ഷിണ ചൈന കടലിലെ തർക്ക പ്രദേശത്തു നിന്നായിരിക്കുമെന്നാണ് ആഥോസ് സലോമി തന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില അത്ഭുതകരമായ സംഭവങ്ങളിലൂടെയോ വിനാശകരമായ സൈബർ ആക്രമണങ്ങളിലൂടെയോ അത് ആരംഭിക്കുമെന്നും ആഥോസ് സലോമി മുന്നറിയിപ്പ് നൽകിയതായി പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ബാബ വാങ്ക. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക. ഡയാന രാജകുമാരിയുടെയും സാർബോറിസ് മൂന്നാമന്റെയും മരണതീയതി, റഷ്യൻ അന്തർവാഹിനി കസക് മുങ്ങിയത്, കിഴക്കൻ ബൾഗേറിയയിലുണ്ടായ ഭൂകമ്പം, യുഎസിലെ സെപ്റ്റംബർ 11 ആക്രമണം, 2004 സുനാമി എന്നീ സംഭവങ്ങളൊക്കെ ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു.
1996 വാങ്ക മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ്. മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ബാബ വാങ്ക പ്രവചനം നടത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് അവരുടെ പ്രവചനം. എന്നാൽ തീയതിയോ മറ്റു വിശദാംശങ്ങളോ പ്രവചിച്ചിട്ടില്ല. അടുത്തത് ഭവിഷ്യ മാലിക. ഹിന്ദു മതത്തിലെ പുരാതന ഗ്രന്ഥമാണ് ഭവിഷ്യ മാലിക. അതിൽ മനുഷ്യരാശിക്കുള്ള ഗുരുതരമായ മുന്നറിയിപ്പുകളും ലോകാവസാനത്തിന് മുമ്പുണ്ടാകുന്ന ചില വസ്തുതകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം. ഈ പുസ്തകത്തിൽ മുൻപുണ്ടായിരുന്ന ചില പ്രവചനങ്ങൾ നടന്നതായും ചിലർ വിശ്വസിക്കുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പാണ് ഭവിഷ്യ മാലിക രചിച്ചതെന്നാണ് വിശ്വാസം. ഇതുപ്രകാരം ഭൂമി ഇനി 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. ആദ്യം കലിയുഗം അവസാനിക്കും, രണ്ടാമത്തത് വലിയ നാശമുണ്ടാകും, മൂന്നാമതായി ഒരു പുതിയ യുഗം വരും. 2032 ആ പുതിയ യുഗം വരുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം. കലിയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ 6.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയെ ചൈനയും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന് ആക്രമിക്കുമെന്നും പറയുന്നുണ്ട്. ഭവിഷ്യമാലികയിൽ പറയുന്ന കലിയുഗത്തിന്റെ അവസാനം 2024-25 ആണെന്ന് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ പുസ്തകത്തിൽ പറയുന്ന കലിയുഗം അവസാനത്തിന് ഇനിയും വർഷങ്ങളുണ്ടെന്ന് പലരും വാദിക്കുന്നു. ഏതായാലും ഈ പ്രവചനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. ഈ പ്രവചനങ്ങൾ ശരിയാണോ എന്നുള്ളതും എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. നോസ്ട്രഡാമസ്, ബാബ വാങ്ക തുടങ്ങിയവരുടെ പ്രവചനം ആഗോള സംഘർഷങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിൽ പലതും ശരിയല്ലെന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ സംഘർഷം മറ്റൊരു മഹായുദ്ധത്തിന്റെ സാഹചര്യം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ പങ്ക് കുറവായതിനാൽ യുദ്ധസാധ്യത കുറവാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷമാണ് നിലവിൽ മറ്റു രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നത്. തായ്വാനെ ചൊല്ലി US-ഉം ചൈനയും തമ്മിൽ സംഘർഷവും നടക്കുന്നുണ്ട്. 2027 ചൈനീസ് അധിനിവേശം ഉണ്ടാകുമെന്നും ചില വിദഗ്ധർ പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രാദേശിക സംഘർഷം ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കാം. റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആണവ ഭീഷണി മുഴക്കുന്നുണ്ട്. ഇതും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മുൻപ് 2060 ലോകം അവസാനിക്കുമെന്ന് സർ ഐസക് ന്യൂട്ടന്റെ പ്രവചനം ചർച്ചയായിട്ടുണ്ടായിരുന്നു. 320-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് 1704 ന്യൂട്ടൻ ഈ പ്രവചനം നടത്തിയത്. ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൻ ഈ പ്രവചനം നടത്തിയത്. റോമൻ സാമ്രാജ്യത്തിന്റെ ഉദയം മുതൽ 1260 വർഷം ലോകം അവസാനിക്കുമെന്നായിരുന്നു ന്യൂട്ടന്റെ കണ്ടെത്തൽ. ന്യൂട്ടന്റെ പ്രവചനം അനുസരിച്ച് ഇനി 35 വർഷം കൂടിയേ ലോകം അവസാനിക്കാനുള്ളൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. മഹാമാരികളും യുദ്ധവുമാകും ലോകാവസാനത്തിലേക്ക് വഴി തെളിയിക്കുകയെന്ന കണ്ടെത്തലാണ് ന്യൂട്ടൻ നടത്തിയത്. യുദ്ധവും മഹാമാരിയും ലോകം നശിപ്പിച്ച ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് എത്തുമെന്നും 1000 വർഷത്തേക്ക് സമാധാന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നും ന്യൂട്ടൻ എഴുതിയിരുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടന്റെ പ്രവചനമടങ്ങിയ കത്ത് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ മതവിശ്വാസത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും പോസ്റ്റ് പറയുന്നു. അതേസമയം ന്യൂട്ടന്റെ കത്തിൽ കൃത്യമായി 2060 ലോകം അവസാനിക്കുമെന്ന് പറയുന്നില്ലെന്നും ചിലപ്പോൾ അത് കഴിഞ്ഞേക്കാമെന്നും കത്തിൽ പറയുന്നു. എന്നിരുന്നാലും ലോകം അത്ര വേഗമൊന്നും അവസാനിപ്പിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഭീതിയിലാഴ്ത്തുന്നത് ശരിയല്ലെന്നും ന്യൂട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. മതവും ശാസ്ത്രവും വിരുദ്ധ ചേരികളിലല്ലെന്നാണ് ന്യൂട്ടന്റെ അഭിപ്രായം. ജീവിതകാലത്ത് അത്രയും മതവും ശാസ്ത്രവും തമ്മിൽ ബന്ധം അദ്ദേഹം തേടിയിരുന്നുവെന്നും ഗവേഷകർ കുറിക്കുന്നു.